നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. പാമ്പുകടിക്കെതിരെ ലോകമെങ്ങും ഉപയോഗിച്ചു വരുന്ന വിഷപ്പച്ച എന്ന ഔഷധ സസ്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അക്കാന്തേസിയ കുടുംബാംഗമായ ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം ക്ലിനാകാന്തസ് ന്യൂട്ടാൻസ് എന്നതാണ്. ഇംഗ്ലീഷിൽ ഇത് സ്നേക്ക് ഗ്രാസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പശ്ചിമഘട്ടത്തിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. വള്ളിച്ചെടിയുടെ സ്വഭാവമുള്ള ഒരു കുറ്റിച്ചെടിയാണിത്. ഇതിൻ്റെ ഇലയുടെയും തണ്ടിൻ്റെയും ക്രമീകരണം പിച്ചകത്തോട് സാദൃശ്യമുള്ളതാണ്. ഇല നീളത്തിലാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ പൂക്കൾ ഇളം മഞ്ഞ കലർന്ന പച്ച നിറത്തിലാണ് കാണപ്പെടുന്നത്. കായ ക്യാപ്സുല രൂപത്തിലാണ്. അതിൽ 4 വിത്തുകളും അടങ്ങിയിട്ടുണ്ട്. ചില രാജ്യങ്ങളിൽ ഈ സസ്യത്തിൻ്റെ ഇല വെള്ളത്തിൽ തിളപ്പിച്ച് നിത്യവും കഴിക്കുന്നത് ഒരു പതിവാണ്. ക്യാൻസർ രോഗത്തിനും പ്രമേഹത്തിനും ഇത് നല്ലൊരു ഔഷധമാണ്. ഇത് പ്രധാനമായും ദഹന സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും, മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾക്കും, ത്വക്ക് സംബന്ധമായ അസുഖങ്ങൾക്കും ഉപയോഗിച്ചു വരുന്നു. വൈറസ് മൂലമുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള അസുഖങ്ങൾക്കും ഇത് നല്ലൊരു ഔഷധമാണ്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. വിഷപ്പച്ച പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ വിഷാവസ്ഥയിലാണ്. ഇത് ഈ പാമ്പ് വിഷത്തിനൊക്കെ ധാരാളമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന വിഷവസ്തുക്കളെ ഇല്ലാണ്ടേക്കാനും മിക്കവാറും ഇതിൻ്റെ ഉപയോഗം ഈ കിഡ്നി രോഗങ്ങൾ, അതായത് ഈ ക്രിയാറ്റിനൊക്കെ കൂടിയ കണ്ടീഷൻ, അതുപോലെ ഈ ലിവർ ഡിസീസ്, പിന്നെ ഈ ക്യാൻസറിൻ്റെ കണ്ടീഷനിലൊക്കെ ഇതിൻ്റെ സ്വരസം എടുത്തിട്ട് തേൻ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കുറയുന്നതാണ്. മിക്കവാറും ഈ യൂറിക് ആസിഡും അതുപോലെ ഈ ക്രിയാറ്റിനൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇതിൻ്റെ സ്വരസം എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കുറയുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപം ഈ ഹെർപ്പസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അതൊരു വൈറസ് രോഗമാണ്. ഇപ്പോൾ ഈ ഹെർപ്പസ് ഉള്ള ആൾക്കാർക്ക് ഇതിൻ്റെ സ്വരസം എടുത്തിട്ട് അകത്തേക്കും കൊടുക്കും. ഇത് കഷായം വെച്ചിട്ട് ഇങ്ങനെ ഈ ധാര ചെയ്യും ഹെർപ്പസ് ഉള്ള ആൾക്കാർക്ക്. മിക്കവാറും ഈ ഹെർപ്പസ് വജനാലിസ് എന്ന് പറയുന്നത്, അതായത് ഈ വജൈനയുടെ മുകളിലും ഈ ലിംഗത്തിൻ്റെ മുകളിലൊക്കെ ഈ ഒരു കുരുക്കളുണ്ടാവും. അതിന് ഇത് കഷായം വെച്ച് ഇങ്ങനെ ധാര ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ കുറയും. പിന്നെ ഈ ഇൻസെക്റ്റ് പറ്റി കീടങ്ങളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല അരച്ചിട്ട് വെറുതെ പേസ്റ്റാക്കിയിട്ട് അതിന് പറ്റിക്കഴിഞ്ഞാൽ അത് അപ്പം കുറയും. പിന്നെ ഈ പ്രമേഹ രോഗമുള്ള ആൾക്കാർ ഇത് ദിവസേന ഒരു 10 ഇല ചവച്ച് കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്.